ഗൈസ് U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. നമുക്കിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും പറയാനില്ല. സമാധാനം അവർക്ക് കേൾക്കണ്ടല്ലോ. ഡെയിലി ഇവരുടെ സ്വഭാവം ഈ തൊലിഞ്ഞ സംഭവം മാത്രല്ലേ ഉള്ളൂ. ഒരു വെറൈറ്റി ആവട്ടെ. അതായത് പല തഗ്ഗുകളും കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ. വാടാ മോനെ, അത് പൊളിക്കും, അത് തകർക്കും, കാണാം. പലതും നമ്മൾ മറന്നുപോയി, അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, ഓർത്തെടുക്കാലോ. അതെ, അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഓക്കേടാ, കാണുന്നതന്നെ ജിൻഡോനെയാണല്ലോ. ഓക്കെ, മറ്റേതാണോ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണേ എന്നൊക്കെ പറഞ്ഞ ആളാട്ടാ. ഇവിടെ വന്ന നാൾ മുതല് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നത് ആരാന്ന് ഇത് മൊത്തം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരൊക്കെ ചിരിക്കണം. ചേച്ചിയാണ് അവിടെ വന്നതെന്ന് മുക്കാലും ചെയ്തത്. ആരാണ് പൂവാലിൻ ഓഫ് ദ ഹൗസ്? അർജുൻ. എങ്ങനെയാണ് ഇത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്യണേ? ലാൽ സാറിന്റെ മൂവീസ് എന്താണ് കൂടുതൽ അടിപൊളി. അത് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവര് പറയണ ഇവിടെ പ്രേതത്തിന് ശല്യം ഉണ്ടെന്നൊക്കെയാ. ഉണ്ടോ അവിടെ? മറ്റേ ബാത്റൂമിലെ ലെഫ്റ്റ് മിററിൽ ഇല്ല, പ്രേതത്തിന് ശല്യം ഒന്നും പേടിപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെയൊക്കെ വിശ്വാസം ഉണ്ടോ ഭൂത പ്രേത പിശാചിക്കല്ലോ? ഇല്ല, എനിക്ക് ജീവിച്ചിരിക്കണെങ്കിൽ മനുഷ്യര് മാത്രമേ പേടിയുള്ളൂ, വേറെ ആരും പേടിയില്ല. ഇതൊക്കെ തഗ്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നതല്ലേ. ഞാൻ സംസാരിക്കുമ്പോ വെറും പട്ടിക്ക് കൊടുക്കുന്നതല്ല. പണിയെടുക്കാൻ തിന്നും കുടിച്ചിരിക്കാനോ വെറുതെ. മാസാണ് കോമഡി. ഞാൻ മാസല്ലേ ഉദ്ദേശിച്ചത്, കോമഡി കഴിഞ്ഞു. ആ ചാപ്റ്റർ കഴിഞ്ഞു, പോയി കിടന്നേ. ബോംബെയില് വല്ല സൈക്കാട്രിസ്റ്റിനെ കണ്ടതാണ്. ഇതൊക്കെ തഗ്ഗാണോ? ഇതാണോടാ നീ എടുത്തോണ്ട് വന്ന തഗ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ, കാണാൻ വേണ്ടിട്ടല്ലേ കൊണ്ടുവന്നത്. അത് ഒരെണ്ണം എനിക്ക് കിട്ടി, ഒറ്റത്. അർജുനന്റെ അർജുന്റെ പട്ടി കഥകൾ പോലെ കിടച്ചോണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും മാന്തണമെങ്കിൽ അവരെ ചൊറിഞ്ഞാൽ മതി. എന്താ ചേട്ടാ നന്നാവാത്തെ? നീ എന്നെയാണ് നന്നാക്കാൻ നോക്കണേ. കൊറേയൊക്കെ അവിടുന്ന് എങ്ങനെയാണോ അവളോട് സംസാരിക്കുന്നത്? ഇതൊന്നും കൊടേണ്ട ആവശ്യമുള്ളൂ. സൂപ്പറാ. എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരാനായിട്ടുള്ള സാധ്യതകളുണ്ടോ? ചൊറിച്ചിലുണ്ട്. വെറുതെ അല്ലട്ടാ ജിന്റെ കപ്പടിച്ച്. ഇതൊക്കെ സൂപ്പറായിട്ട് കാണില്ലേ എല്ലാരും? അയ്യോ എന്തൊരു സൂപ്പർ. ഒരു കാര്യം പറയുമ്പോ തിരിച്ചതേ ഉത്തരം പറയുന്നത് തഗ്ഗാണോ? അത് എന്തെങ്കിലും വിളിച്ചു പറയുന്നതാണോ തഗ്? കിട്ടുന്നതിന് അത്. അയ്യോ എന്റെ പൊന്നടാവേ, അമ്മ ആരടാ എഡിറ്റ് ചെയ്ത്? എന്താ ഷെഡ് കൊണ്ട് വെച്ചാണ് അതുകൊണ്ട് തഗ്ഗായി. അത് കൊള്ളാം.
ലാലേട്ടൻ തന്നെ അവരോട് പറയാൻ സമ്മതിക്കുന്നുണ്ട്. ലാലേട്ടൻ തന്നെ ഇടയ്ക്ക് കയറി ചോദിക്കും. ഓ അതേപോലെ കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ വരുന്നില്ല. ആ തഗ് 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 അത് സൂപ്പർ തഗ് തഗന്നെ എന്ത് പറഞ്ഞാലും ഇട്ടാ പോരെ മ്യൂസിക്. രണ്ട് കണ്ണിൽ തീ തീയും കൊടുക്കുക. വർത്താനം പറഞ്ഞാൽ പോലും തീ കൊടുക്കുക. വെറുതെ അല്ല കപ്പടിച്ചത്. ഇതൊക്കെ സൂപ്പർ അല്ലേ? അസുഖമുള്ളവരുമായി ബാക്കിയുള്ളവർ സമ്പർക്കം ഒഴിവാക്കുക. മെല്ലെ കൈയ്യട വെച്ച്. ജാസ്മിൻ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. അപ്പൊ അസുഖം മറ്റുള്ളവർക്കാ? ജാസ്മിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, എനിക്ക് ചോദിക്കാനുള്ളത് നീ 16 ദിവസം ഇവിടെ നിന്ന് കളിച്ച ഒരാളും പുറത്തു പോയ ഒരാളും രക്ഷനായി കണ്ട ഒരാളൊക്കെയാണ്. എന്താ ഞാൻ കളിക്കുന്നുണ്ടോ? കളിക്കുന്നൊക്കെ ഗെയിം കളിക്കാതിരിക്കുന്നൊന്നുമില്ല. ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഒട്ടും ആക്റ്റീവ് അല്ലാതോ അല്ലെങ്കിൽ കളിക്കാതെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, നിനക്കറിയാം. അങ്ങനൊന്നും ഇല്ലല്ലോ. ഞാൻ കളിക്കുന്നില്ലേ? എന്നെ ഇപ്പൊ നീ നേരത്തെ എന്നോട് പറഞ്ഞു നിന്റെ ഭാഗത്താണ് ന്യായം. ആ ന്യായം ജാസ്മിന് എന്താ അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം. കൊല്ലാൻ തുടങ്ങിയതാ. ജാസ്മിനെ കുറിച്ച് വിശ്വാസമില്ലേ? കാണാനത് എന്ത് നന്നായി കളിയാ. നല്ല സൂപ്പർ തഗ്ഗുകള് ആലോചിച്ച് വെക്കാനുള്ള സാധനങ്ങളുണ്ട്. ഓ സൂപ്പർ. ജിൻഡോ തുമ്മിയ അതിനൊരു കണ്ണിലൊരു തിളക്കോട്ട് എടുത്തിട്ട് അതല്ലേ വാട്ടേ തഗ്. അളിയ എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മൾ ഈ തഗ്ഗുകൾ കുറെ കണ്ടിട്ടില്ലേ, കിട്ടിക്കാച്ചി സാധനങ്ങള്. അതൊന്നും അല്ല തഗ്. ഇപ്പൊ കേട്ടതാണ് ഈ കണ്ടതാണ് തഗ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു നിർവൃതി ഉണ്ടല്ലോ ആ സീസൺ കാണാതിരുന്നത്. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യാണ് അത് ചെയ്യാണ്ടിരുന്നത്, അല്ല അത് കാണാണ്ടിരുന്നത്. ഇവരുടെ ഒരു അവസ്ഥ തഗ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാന് ഇതൊക്കെയല്ലേ സംസാരിച്ചിട്ടേ, അതായത് ഞങ്ങള് തമ്മിൽ സംസാരിക്ക, നിനക്ക് എന്താ വേണ്ടേ, അപ്പൊ നീ അവിടെ തിരിച്ചു നിന്നെ എനിക്ക് ഇഷ്ടമാണ്. തഗ് തഗ് എന്ത് എവിടെ കക്ഷത്തിലുള്ള പോണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് പഠിച്ചത് അത് തഗ്. പിന്നെ ജീവിച്ചിരിക്കുന്നവരെയാണ് എനിക്ക് പേടി. സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലും എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനമാണ് ഇതൊക്കെ. അതായത് മരിച്ചവരെക്കാട്ടിലും ജീവിച്ചിരിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് പേടി എന്നുള്ളത്. അത് തഗ്. സീസൺ 6 സൂപ്പറാണ്. കൂടുതൽ ഒരു വർത്താനം പറയാനില്ല. എജാതി സീസൺ ആയിരുന്നു. വെറുതെ അല്ലാട്ടോ ജിൻഡോ കപ്പും മേടിച്ച് വീട്ടിൽ പോയത്. എജാതി തഗ്ഗുകളും പ്രേക്ഷകരിങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന സാധനം ഒന്നുമില്ല, എന്നിട്ട് വീഡിയോസും കണ്ടന്റുകളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. ഭയങ്കര തന്നെ കേട്ടോ. PR ഉണ്ടല്ലോ. അപ്പൊ പോവാ. അത് ശരിക്കുള്ള തഗ്ഗുകൾ ഇനി വേറെ കൊണ്ടുവരാം. അതാണ് ഒറിജിനൽ തഗ് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് വേറൊരു കാര്യം, എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. അസുഖമുള്ള ജാസ്മിനുമായിട്ട് അസുഖമുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ലായിരുന്നു. ജാസ്മിൻ എന്ത് ചെയ്ത്, അല്ല ജാസ്മിന്റെ കൈ ഗബ്രിയാണ് വധിച്ച്. അതിനുശേഷം ഇവരൊക്കെ പോയി. അപ്പൊ പറയാണ് ജാസ്മിനോട് അസുഖമുള്ളവരോട് അല്ല മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ല. അപ്പൊ മനസ്സിലായേ മറ്റുള്ളവർക്കാണ് അസുഖം എന്നുള്ളത്. എന്റെ പൊന്നോ, എന്താണെങ്കിലും അടിപൊളി. ഞങ്ങള് തഗ് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നല്ല കിടുക്കാച്ചി ഐറ്റംസ് വേറെ ഉണ്ട്, കുറച്ച് മുന്നത്തെ സീസണുകളിലൊക്കെ ഉള്ളത് എടുത്തിട്ട് വരാം. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷമായിട്ട് കാണാം. ബൈ. ഒരണ്ണാൻ കിടന്നിട്ട് കുറെ നേരമായി. അത് തഗ്ഗടാ. അത്
അണ്ണന്റെ കണ്ണില് തീ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മ്യൂസിക്കും തഗ് നാട്ടിൽ എന്താ കൊടുത്തോളൂ. ഇത് കണ്ടില്ലായിരുന്നല്ലേ വീഡിയോ? ഞാൻ കണ്ടില്ല. കാണാൻ നന്നായി, അതിന്റെ രസം അതിനകത്ത് കിട്ടി.